നമ്മുടെ ജീവിതങ്ങൾ ബാക്കൊക്കെ എടുത്തു നോക്കി നമ്മൾ ആരായിരുന്നു, നമ്മളെ അവസ്ഥ എന്തായിരുന്നു അല്ലേ? നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് ഒരു കാറിലാണ്. ഒരു സൈക്കിള് ഓടിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചൊരു കാലം ഉണ്ടായിരുന്നു. 50 പൈസയൊക്കെ കന്ന് പോയിട്ട് സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് പഠിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് സ്വന്തമായിട്ട് സൈക്കിളില്ലായിരുന്നു. ഇനി നമ്മൾ കാറായിട്ട് അങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ 2 വീലറായിട്ട് അങ്ങോട്ട് വന്നത്. നമ്മൾ തിരിച്ചു പോകണോ? നമ്മളെ അവസ്ഥ മെച്ചപ്പെട്ടു. നമ്മൾ വാങ്ങിയ സാലറി, നമ്മുടെ ജീവിതത്തിലെ സൗകര്യങ്ങൾ, നമ്മളെ വീട്, മണ്ണ് തേച്ച വീടായിരുന്നു നമ്മളത് അല്ലേ? ഇന്ന് നമ്മൾ ടൈൽസ് ഇറ്റാലിയൻ മാർബിളാണ്, ശീതീകരിച്ച മുറിയുണ്ട് അല്ലേ? ഒരു റൂമെങ്കിലും നമുക്ക് AC ഉണ്ട് ചൂട് കാലത്ത് കിടക്കാൻ. നമ്മളെ പള്ളി പോലും നടുത്തോളം ഇന്ന് AC ആണ്. നമ്മുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ട്. നമ്മുടെ വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും നമ്മളെ ജീവിതം എളുപ്പമാക്കാൻ ഉതകുന്ന ഒട്ടേറെ സൗകര്യങ്ങൾ നമുക്കുണ്ട്. നമ്മളെ ഫോണ് അല്ലേ, നമുക്ക് ആദ്യം 2G ആയിരുന്നു, പിന്നെ 3G ആയി, ഇപ്പം നമ്മൾ 5G ആണ്. നമ്മളെ വീഡിയോ ഒക്കെ അങ്ങനെ പണ്ട് വട്ടട്ടൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ, പ്ലേ ചെയ്യാതെ. ഇപ്പോൾ തൊട്ടാ ഡ്രൂന്ന് ഡൗൺലോഡ് ആകും. സ്പീഡ് കൂടി, നെറ്റിൻ്റെ സൗകര്യങ്ങൾ കൂടി അല്ലേ. ബസ് നമ്മളെന്താ നോക്കുക? സൂപ്പർ ഫാസ്റ്റ് നോക്കും. നമ്മൾ ടൗൺ ടു ടൗൺ നോക്കും. നമ്മൾ ദേശീയപാത വരെ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് വേഗത്താനുള്ള പണി അല്ലേ. നമ്മളെ പുതിയ ട്രെയിൻ ഇവിടെ നിന്ന് വിട്ടാൽ രാജധാനി, അവിടെ തിരുവനന്തപുരത്ത് വേഗത്തും. നമ്മൾ വേഗം 4 മണിക്കൂർ എടുത്തുവെന്നാണ് നോക്കുന്നത്. ഒക്കെ നമുക്ക് എല്ലാം നമ്മൾ എളുപ്പം ലാഭം നോക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്രയും അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയില്ലേ. നമ്മൾ പറയല്ലേ, ഒരു നല്ലൊരു മോരാച്ചിയും ഒരു വെറുംചോറും ഒരു ഇറച്ചി വരട്ടിയതും ആഗ്രഹിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അത് മാറി. ഇപ്പോൾ 2-3 കല്യാണത്തിന് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കൊണ്ടുവച്ച കബ്സ, മന്തി, ബിരിയാണി, ഏതാ തിന്നേണ്ടി എന്നുള്ള കൺഫ്യൂഷനാണ് അല്ലേ. എല്ലാം കുറച്ച് നോക്കി പിന്നെ ഇഷ്ടമുള്ളത് തോനത്തുന്നു. നമുക്ക് വിഭവങ്ങളുടെ ആധിക്യമാണെന്ന്. എന്നിട്ട് സഹോദരങ്ങളെ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ ആ അള്ളാഹുവിന് ഒരു സ്തുതി.